അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ജീവിക്കുവാനും ഇരുലോകത്ത് വിജയിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന, പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ പരിഗണിക്കുന്നത് ആര് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ച് എന്ത് നിയ്യത്തിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് എന്ന അടിസ്ഥാനത്തിലാണ്. നല്ല നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആര് ചെയ്താലും അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലവും വലിയ മഹത്വവുമുണ്ട്. ഇനി നിയ്യത്തിൽ, ഉദ്ദേശത്തിൽ, ലക്ഷ്യത്തിൽ വീഴ്ച വന്നു, അതിൽ മോശത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആര് ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് തള്ളപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഓതിയ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് സൂറത്തുൽ ഹുജറാത്തിലെ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ മനുഷ്യരെ, നാം നിങ്ങളെ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കുകയുണ്ടായി. ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് നിങ്ങളെല്ലാവരും. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു, നിങ്ങളെ വ്യത്യസ്തമായ നാട്ടുകാരും കുടുംബക്കാരുമൊക്കെ ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയം അല്ലാഹു എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ്. അപ്പൊ ഏത് നാട്ടിൽ ജീവിച്ചവനാണെങ്കിലും ഏത് കുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുന്നത് അവരുടെ ഹൃദയത്തിന്റെ നിയ്യത്തനുസരിച്ചും തഖ്വ അനുസരിച്ചും ഇഖ്ലാസ് അനുസരിച്ചുമാണ്. അതല്ലാതെ ഒരാളുടെ നിറത്തിന്റെ പേരിലോ ഒരാളുടെ നാടിന്റെ പേരിലോ അയാൾക്ക് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വം ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് മഹത്വം ഉണ്ടാകുന്നത് അയാൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി അമലുകൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ ആര് ചെയ്താലും അള്ളാഹുവിന് അയാളോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. ഹജ്ജ് വലിയ അമലാണ്. ഹജ്ജിന് പോകുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കും, ആദരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്ക്, മൻ ഹജ്ജ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മു, അതിലവൻ പാപകരമായ പ്രവർത്തനങ്ങളിൽ തിന്മകളിലൊന്നും ഏർപ്പെട്ടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവൻ മടങ്ങി വരുമ്പോൾ ഉമ്മ പ്രസവിച്ച ദിവസത്തിൽ പാപ പരിശുദ്ധിയോടുകൂടി പരിപൂർണമായും ഹൃദയം പരിശുദ്ധമായി ഈ ഭൂമിയിലേക്ക് വന്ന് വീണതുപോലെ അവൻ നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ആള് എന്നാണ്. ഖുർആനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുക, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കി ചെയ്യുക എന്നാണ്. വലിയ ഒരു അമലാണ് ഹജ്ജ്. പക്ഷെ ആ അമലിൽ നമ്മുടെ നിയ്യത്ത് അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ നിയ്യത്തിൽ എന്തെങ്കിലും വീഴ്ചകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന ഒരു മനുഷ്യൻ ചോദിക്കുകയുണ്ടായി, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നത്, നന്മകൾ ചെയ്യുന്നത് എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. പക്ഷേ ആളുകൾ എന്നെ കുറിച്ച് ഞാൻ നല്ല ആളാണ് എന്ന് പറയണമെന്ന ഒരു ചിന്ത കൂടി എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അള്ളാഹു എങ്ങനെയാണ് എന്നോട് പെരുമാറുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നതിന് മുമ്പായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് അപ്പോഴാണ് അവതരിച്ചത്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അമലുകൾ ചെയ്തു കൊള്ളട്ടെ, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, ആരെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അവൻ പ്രവർത്തിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അയാൾ സത്യത്തിൽ ആ വന്ന മനുഷ്യൻ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ
അതിന്റെ കൂട്ടത്തിൽ മനസ്സിൽ സാധാരണ ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകാറുള്ള എന്നെ ആളുകൾ നല്ലവനായി മനസ്സിലാക്കണം എന്നൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞത് ശിർക്ക് എന്നാണ്. അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവൻ എന്നാണ് അള്ളാഹു അതിനെക്കുറിച്ച് പോലും വിവരിച്ചത്. അതുകൊണ്ട് എല്ലാ അമലുകളുടെയും അടിസ്ഥാനം നമ്മുടെ നിയ്യത്ത് നന്നായി തീരുക എന്നുള്ളതാണ്. വലിയ വലിയ അമലുകൾ നമ്മൾ ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന്റെ അടുക്കൽ തള്ളപ്പെടുന്നത് നമ്മുടെ ഉദ്ദേശ ശുദ്ധിയുടെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ നിയ്യത്ത് ചെയ്തത് അതാണ് അവന് കിട്ടുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കാനും വേണ്ടിയാണ് അവൻ യാത്ര ചെയ്തത്, ഹിജ്റ ചെയ്തത്, ഹജ്ജിന് പോയത് എങ്കിൽ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇല, അവൻ എന്ത് ലക്ഷ്യത്തിലാണോ പോയത് ആ ലക്ഷ്യം പൂർണ്ണമാവും. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈ, എന്നാൽ ഒരാൾ യാത്ര ചെയ്തത് വേറെങ്കിലും ദുനിയാവിന്റെ ലക്ഷ്യത്തിലാണ്, മറ്റെന്തെങ്കിലും ദുനിയാവിന്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനാണെങ്കിൽ അവൻ അത് കിട്ടിയേക്കാം, പക്ഷെ അള്ളാഹുവിനെ കിട്ടുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവന് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ സ്മരണയോടുകൂടി നമുക്ക് ഒരു അമല് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അത് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ആയിത്തീരുന്നത്. മുനാഫിഖീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അവരുടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവര് നമസ്കരിക്കും, നമസ്കാരം വലിയൊരു അമലാണ്, പക്ഷെ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധയാണ്. നമസ്കാരത്തിൽ തന്നെ അവർ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നില്ല. വളരെ അല്പം അവരെ ഓർമ്മിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്, തീരെ ഓർമ്മിക്കുന്നില്ല എന്ന് പറയുന്നില്ല. മുനാഫിഖീങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് പോലും പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവര് മടിയന്മാരായി നമസ്കരിക്കും. യുറാഊനന്നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്പമല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുകയില്ല. ഒരു മുനാഫിഖ് പോലും അല്പം അള്ളാഹുവിനെ ഓർക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെയുള്ള ഓർമ്മയല്ല അള്ളാഹു ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഓർമ്മ നമ്മുടെ എല്ലാ മേഖലകളിലും, എല്ലാ അമലുകളിലും, എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കണം. ഇത് എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതല്ലാതെ ദുനിയാവിന്റെ ഒരു ആഗ്രഹവും ലക്ഷ്യവും നമ്മുടെ ഹൃദയത്തിൽ വരാതെ ഓരോ അമലുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ മുജാഹിദീന അഅ്ലമു അജ്റ, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് വലിയ പ്രതിഫലം ഉണ്ടല്ലോ, എന്നാൽ ഏറ്റവും വലിയ പ്രതിഫലം ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തആല ദിക്റൻ, ആരാണോ അതിൽ അള്ളാഹുവിനെ അധികമായി ഓർക്കുന്നത് അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലമുള്ള ആള്. പിന്നെ ആ സഹാബി വീണ്ടും ചോദിച്ചു, അയ്യു സായിമിൻ അഅ്ലമു അജ്റ, നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്, എന്നാൽ ഏറ്റവും വലിയ കൂലി ആർക്കാണ് കിട്ടുക? അപ്പോഴും പ്രവാചകൻ പറഞ്ഞത് അക്സർഹും ദിക്റലില്ലാഹി തആല, അള്ളാഹുവിനെ അധികമായി ഓർക്കുന്ന നോമ്പുകാരനാണ്. സുമ്മ, പിന്നെ അയാള് ഓരോ കാര്യത്തെക്കുറിച്ചും ചോദിച്ചു, അസ്സലാത്ത വസ്സകാത്ത വൽ ഹജ്ജ വസ്സദഖ, നമസ്കാരത്തെ കുറിച്ചും സകാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സദഖനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെ ഹജ്ജാണ് ഏറ്റവും നല്ല ഹജ്ജ്? ആ ഹജ്ജിൽ അള്ളാഹുവിനെ അവൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നിട്ടുണ്ട്, അശ്രദ്ധയിലായിട്ടില്ല. അങ്ങനെയുള്ള ഹജ്ജിനാണ് ഏറ്റവും വലിയ പ്രതിഫലം ഉള്ളത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുണ്ടായി, ദഹബ ദാകിറൂന ബികുല്ലി ഖൈർ, എല്ലാ ഖൈറും എല്ലാ പ്രതിഫലവും അള്ളാഹിനെ ഓർമ്മിക്കുന്നവർ കൊണ്ടുപോയല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, എല്ലാ പ്രതിഫലവും അവർക്കാണുള്ളത്, അവരെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശൈത്താൻ നമ്മളെ വഞ്ചിക്കുന്നത് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും നമ്മളെ അശ്രദ്ധരാക്കിയിട്ടാണ്. അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടാവില്ല. നമ്മൾ ഹജ്ജിന് പോകുന്നുണ്ടാവും, പക്ഷെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നുണ്ടാവില്ല. നമ്മൾ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ദുനിയാവിൽ ലക്ഷ്യങ്ങൾ ശൈത്താൻ ഇട്ടുതരും. അത് നമ്മൾ പ്രകടിപ്പിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അമലുകൾ മുഴുവൻ തള്ളപ്പെടാൻ അത് കാരണമാകും. വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ സ്മരണ
ഒഴിവാക്കി അതിൽ നിന്ന് വിസ്മൃതിയിലായി ജീവിക്കുന്ന ആളുകൾ, നുഖയ്യിദ് ലഹു ശൈത്വാനുൻ ഫഹുവ ലഹു ഖരീൻ, അവന്റെ കൂട്ടുകാരൻ ശൈത്താനായിരിക്കും. അവനെ കൂട്ടുകാരനായി അള്ളാഹു നിശ്ചയിക്കുന്നത് ശൈത്താനെ ആയിരിക്കും. വൈനഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ, നേരായ മാർഗത്തിൽ നിന്ന് ശൈത്താൻ അവനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവൻ വിചാരിക്കും ഞാൻ നന്മയല്ലേ ചെയ്ത്, ഞാൻ പള്ളിക്ക് ഇത്ര പൈസ കൊടുത്തില്ലേ, പക്ഷെ അതെല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട്, ആരൊക്കെ അത് കേൾക്കുന്നുണ്ട്, അത്രത്തോളം എനിക്കത് നല്ലതാണെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഹജ്ജും അങ്ങനെ തന്നെ, ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, എല്ലാവരും അറിയട്ടെ ഞാൻ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അതിൽ ദുരഭിമാനിയാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഹജ്ജ് കൊണ്ട് അവനൊരു പ്രയോജനമില്ല. അവന്റെ കൂട്ടുകാരനായി ശൈത്താൻ കൂട്ടത്തിൽ ഉണ്ടാകും. എന്ത് മാത്രമല്ല, ആ ശൈത്താൻ അവനോട് നീ നന്മയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിച്ച് അവൻ അവസാനം കൊണ്ടുപോയി നരകത്തിലിടും. അവൻ നന്മകൾ ചെയ്ത് ഇഖ്ലാസിന്റെ പോരായ്മ കൊണ്ട്, നിയ്യത്തിൽ വന്ന വീഴ്ച കൊണ്ട് അവൻ നരകത്തിൽ പോയി വീഴും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾ അവരേത് അമൽ ചെയ്യുമ്പോഴും അവർ ഭയപ്പെടുന്നവരാണ്. ഇത് അല്ലാഹു സ്വീകരിക്കോ ഇല്ലയോ എന്ന് പേടിച്ചാണ് അവർ അമൽ ചെയ്യുക. ഒരായത്ത് ഖുർആനിൽ അവതരിക്കുകയുണ്ടായി, വല്ലദീന യുതൗന മാ ആതൗ വ ഖുലൂബുഹും വജില, അവർ കൊടുക്കുമ്പോഴും അവരുടെ ഹൃദയങ്ങൾ പടക്കും, അഥവാ സ്വീകരിക്കോ എന്ന് പേടിക്കും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു, ഇത് അഹും യശ്രിബൂനൽ ഖംറ, കള്ളു കുടിക്കുന്ന ആളുകളെ കുറിച്ചാണോ, ഇവര് കളവ് നടത്തുന്ന ആളുകളാണോ, എന്താണ് ഇവര് പേടിക്കാൻ കാരണം? ഇവര് മദ്യപിക്കാറുണ്ട് മറ്റു സമയങ്ങളിൽ, അല്ലെങ്കിൽ കളവ് നടത്തിയിട്ടാണ് ഇവര് സദഖ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവര് പേടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടല്ല, ഇവര് ഒരു കളവ് നടത്താത്ത ആൾക്കാരാണ്, ഇവര് ഒരു തിന്മയിലും ഏർപ്പെടാത്ത ആൾക്കാരാണ്. പക്ഷേ അവർക്ക് പേടിയാണ്, ഇതിൽ ഇഖ്ലാസിന്റെ പോരായ്മ വന്നിട്ടുണ്ടോ, ഇതിൽ എന്തെങ്കിലും ശിർക്ക് കടന്നുകൂടിയിട്ടുണ്ടോ എന്നവര് പേടിച്ചുകൊണ്ട് ചെയ്യും. കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവരാണ് നന്മകളിൽ മുന്നേറുക, അവരാണ് വിജയികളാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവിയോട് പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ബല, അറിയുക, മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തന്റെ മുഖത്തെ അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്തി. മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായ മുഖമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ മുഖം, അത് പരിപൂർണമായും അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്തി, അല്ലാഹുവിന് മുന്നിൽ അനുസരണയുള്ളവനായി, വഹുവ മുഹ്സിനുൻ, അവൻ ഇഹ്സാനുള്ളവനായി സൽക്കർമ്മങ്ങൾ ചെയ്തു, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് പിന്നെ ഒന്നിന്റെയും ഭയത്തിന്റെ ആവശ്യമില്ല, ഒരു ദുഃഖത്തിന്റെയും ആവശ്യമില്ല, അല്ലാഹുവിനെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ മുഹ്സിനായിക്കൊണ്ട് തന്റെ ഹൃദയത്തെ അല്ലാഹുവിന് കീഴ്പ്പെടുത്തണം എന്നാണ് അവിടെ പറയുന്നത്. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവന് ഉറപ്പാണ് കൂലി കിട്ടും, ഒരിക്കലും അല്ലാഹു അവന്റെ കൂലി നഷ്ടപ്പെടുത്തൂല, അവന്റെ അമല് പൊളിഞ്ഞു പോകൂല. അപ്പം ഇഹ്സാനോടുകൂടി തന്റെ ഹൃദയത്തിന്റെ മുഖം അല്ലാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറയുന്നുണ്ട്, കഅന്നക തറാഹു ഫൈലം തകുൻ തറാഹു ഫൈനഹു യറാക്, നീ ഉഅ്ബുദില്ല, അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യണം. അത് ഇന്നല്ലെങ്കിൽ നാളെ നീ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആളാണ്, നിന്നെ വിളിക്കാനുള്ള സമയം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, ആ സമയം ഏത് സമയത്തും വരും, അപ്പൊ നീ പോണ്ടതാണ്. അപ്പൊ ആ ഒരു ബോധം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകണം. ഇതെന്റെ അവസാനത്തെ അമലായിരിക്കും, ചിലപ്പം എന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമായിരിക്കും, എന്റെ അവസാനത്തെ സുജൂദായിരിക്കും. ആ ചിന്തയോടുകൂടി നീ അള്ളാഹുവിനെ കാണുന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യണം. ഫൈലം തകുൻ തറാഹു ഫൈനഹു യറാക്, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അള്ളാഹു നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആളുകളെയൊക്കെയാണ് കാണുന്നത്, നീ അവരെയാണ് നോക്കുന്നത് നിന്റെ അമലുകളിൽ, പക്ഷേ നിന്നെ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിന്ത നിനക്കുണ്ടാകണം. നിന്റെ സമയത്ത് ഞാൻ അള്ളാഹ് നിന്നെ വിളിക്കാൻ കാത്തിരിക്കുകയാണ്, നീ അള്ളാഹിനെ പോയി കണ്ടുമുട്ടാനുള്ള ആളാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നീ അമൽ ചെയ്യുക. അതിനാണ് മുഹ്സിൻ എന്ന് പറഞ്ഞാൽ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് അമൽ ചെയ്യുകയാണെങ്കിലും, നമ്മള് നമസ്കരിക്കാൻ വേണ്ടി, മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ പ്രവാചകൻ പറഞ്ഞൊരു വാക്കെന്താണ്, മനിത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും ഒരു മുസ്ലിമായ ഒരു സത്യവിശ്വാസിയുടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു. എന്തിനാണ് പങ്കെടുത്തത്? ഈമാനും വഹ്തിസാബൻ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയും അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടിയുമാണ് അവൻ ചെയ്തതെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് അതിന്റെ പേരിൽ കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണ്.
എന്നിട്ട് ആ മയ്യത്തിനോടൊപ്പം അവൻ ഖബർസ്ഥാനിൽ പോയി ഖബറടക്കുന്നത് വരെ അവൻ പങ്കെടുത്താൽ അവൻ ഉഹുദ് മലക്ക് സമാനമായ 2 ഖിറാത്ത്, ഒരു ഖിറാത്തല്ല, ഒരു ഖിറാത്തിന് ഒരു ഉഹുദ് മലക്ക് സമാനമാണ്. മദീനയിലെ വലിയ പർവ്വതമാണ് ഉഹുദ് മല. അങ്ങനെയുള്ള 2 ഉഹുദ് മല നന്മ അവന് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട്. അപ്പൊ അവിടൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമല്ലേ? മയ്യിത്ത് നിസ്കാരത്തിന് നമ്മൾ പോകുമ്പം തന്നെ ഇന്നാളെ മയ്യിത്ത് നിസ്കാരാണ്, അയാൾ എന്താ വിചാരിക്കുക, ഓരോ കാര്യത്തിലും ആളുകൾ എന്ത് വിചാരിക്കും എന്ന ലക്ഷ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്. മറിച്ച് അള്ളാഹു എന്ത് വിചാരിക്കും, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഈ അമൽ ചെയ്യൽ. അതുകൊണ്ട് അള്ളാഹു എന്നെ തൃപ്തിപ്പെടണം, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ അമലുകളും നമ്മൾ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ബലികർമ്മത്തെ കുറിച്ച് വിശദമായി ഖുർആനിൽ പറഞ്ഞപ്പം അള്ളാഹു പറഞ്ഞ വാക്കെന്താണ്? അതൊക്കെ വിവരിച്ചിട്ട് അള്ളാഹു അവസാനം പറയുന്നത്, ആ വിഷയം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്, നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതിന്റെ രക്തമോ അതിന്റെ മാംസമോ ഒന്നും അള്ളാഹു പരിഗണിക്കുന്നില്ല. അള്ളാഹു പരിഗണിക്കുന്ന നിന്റെ ഹൃദയമാണ്. നിന്റെ ഹൃദയത്തിന്റെ നിയ്യത്ത് എന്താണെന്നാണ് അള്ളാഹു നോക്കുന്നത്. ഞാൻ അർത്തില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് ഞാനും ഒന്ന് അറക്കാം, ഒരു ഓഹരി ഞാനും കൂടാ, കുറെ ആൾക്കാരിങ്ങനെ അറക്കല്ലേ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും അള്ളാഹിന്റെ പൊരുത്തത്തിനു വേണ്ടിയും നിന്നെ നീ സമർപ്പിക്കുന്ന ഒരു അമലാണ് ഉലൂഹിയത്തിന്റെ കർമ്മം. അങ്ങനെ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കാൻ സന്നദ്ധനാണ് എന്ന് നീ പ്രകടിപ്പിക്കുകയാണ് ഉലൂഹിയത്തിലൂടെ. ആ ഒരു നിയ്യത്തില്ലെങ്കിൽ പിന്നെ ഈ അറിവ് കൊണ്ട് നിനക്ക് പ്രയോജനമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ കുറിച്ച് പറയുന്നതായി നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. എല്ലാ അമലുകളെ കുറിച്ചും ഈ രീതിയിലാണ് അല്ലാഹു സംസാരിക്കുന്നത്. ومن يريد ثواب الدنيا نؤته منها ومن يريد ثواب الآخرة نؤته منها وسنجزي الشاكرين. ആരെങ്കിലും ദുനിയാവിന്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ അതാണ് ഞാൻ കൊടുക്കുക. ومن يريد ثواب الآخرة نؤته منها وسنجزي الشاكرين. ആഖിറത്തിന്റെ പ്രതിഫലമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ആഖിറം കൊടുക്കും. പിന്നെ അല്ലാഹു പറയുന്ന രണ്ടാമത്തെ വാക്കുണ്ട്, വസനജിസി ശാകിരീൻ. നന്ദിയുള്ളവർക്ക് ഞാൻ പ്രത്യേകം പ്രതിഫലം കൊടുക്കും. അഥവാ അവർക്ക് ദുനിയാവും കൊടുക്കും ആഖിറവും കൊടുക്കും. എന്നാൽ ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുന്ന ആൾക്കാർക്ക് ദുനിയാവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആഖിറത്തിൽ അവർക്കൊന്നും കാണാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഭാര്യ മക്കൾക്ക് ചെലവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നൊരു അഭിമാന പ്രശ്നമാണ്. 99% ആളുകൾക്കും അത് ജീവിതത്തിന് വലിയൊരു അഭിമാനത്തിന്റെ വിഷയമാണ്. അതോടെ എല്ലാവരും ആ വിഷയം വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യും. ഭാര്യ മക്കളെ നോക്കാത്ത ആൾക്കാർ വളരെ വിരളായിരിക്കും, 1% ഉണ്ടാവുള്ളൂ. എല്ലാവരും അതൊരു ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കൊണ്ടു നടക്കുകയാണ്. പക്ഷേ അതിലും നിയ്യത്ത് നല്ലതാണെങ്കിൽ നബിതങ്ങൾ പറഞ്ഞു നിനക്കത് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വരുന്നുണ്ട്, നീ നിന്റെ കുടുംബത്തിന് ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നതിൽ നീ അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ യഹ്തസിബുഹാ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന് ലക്ഷ്യമാക്കിയിട്ടാണ് നീ ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കുന്നതെങ്കിൽ നിനക്ക് ഫഹുവ ലഹു സദഖ, അത് നിനക്ക് സദഖന്റെ പ്രതിഫലമാണ്. മക്കൾക്ക്, ചെറിയ മക്കൾക്ക് കൊടുക്കുന്നത്, ഇപ്പൊ ചെറിയ മക്കൾക്കൊക്കെ വലിയ ചെലവാണ് പഠിപ്പിക്കാൻ. അതുകൊണ്ട് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ചെറിയ മക്കൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ മനസ്സംതൃപ്തിയോടെ കൊടുക്കണം, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കണം. അതിനാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ചെറിയ മക്കളെ വളർത്താൻ വേണ്ടി ചെലവഴിക്കുന്നത് ഇന്നെല്ലാവരും പ്രാഗിട്ടാണ് ചെയ്യുക. എത്ര ഫീസാണ്, എത്ര ചെലവാണ്. ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നതിൽ പോലും നമ്മുടെ മനസ്സിന്റെ ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, നീ നല്ല മനസ്സോടെ ചെയ്യുക, നീ എന്തായാലും ചെയ്യാണ്, അത് നല്ല തൃപ്തിയോടെ ചെയ്യുക, എന്നാൽ നിനക്ക് ആഖിറത്തിൽ അതിന് ഉയർന്ന പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എത്ര ഉയർന്ന അമലാണെങ്കിലും, നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, നമസ്കരിക്കുന്നവർക്കാണ് മഹാനാശം. അവർ നമസ്കരിക്കുന്നവരാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. പക്ഷേ അവർ അശ്രദ്ധയിലാണ്. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കുകയാണ്. അവർ വളരെ അശ്രദ്ധയിൽ നമസ്കരിക്കുകയാണ്, അവരുടെ ഇഖ്ലാസ് ഇല്ല. അതുകൊണ്ട് അവരുടെ നമസ്കാരം തന്നെ അവർക്ക് നാശത്തിന് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. മൻ സല്ല യുറായി ഫഖദ് അശ്റക വമൻ സാമ യുറായി ഫഖദ് അശ്റക വമൻ തസദ്ദഖ യുറായി ഫഖദ് അശ്റക. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. ശിർക്ക് ചെയ്തവനെ പോലെന്നല്ല, അവൻ ശിർക്കാണ് ചെയ്യുന്നത്. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അറുത്തു കൊടുക്കുന്നതെങ്കിൽ അവൻ ശിർക്ക് ചെയ്യുകയാണ്
ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ അവൻ ശിർക്ക് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിന് പോലും ഇടയില്ലാതെയാണ് ഓരോ അമലുകളെ കുറിച്ചും പറഞ്ഞത്. നോമ്പിനെ കുറിച്ചും സദഖനെ കുറിച്ചും ഓരോ അമലുകളെ കുറിച്ചും പറഞ്ഞത്. അതിൽ അള്ളാന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കണം. സഹാബാക്കൾ ഒരു പ്രാവശ്യം ഇരുന്ന് മസീഹു ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ബിമാ ഹുവ അഖ്ഫ ഇൻദി മിൻ മസീഹി ദജ്ജാൽ, മസീഹി ദജ്ജാലിനെക്കാട്ടും ഭയാനകരമായ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ദജ്ജാലിന്റെ വരവിനേക്കാളും വലിയ അപകടകരമായ ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അത് പ്രവാചകൻ പറഞ്ഞു, അൽ അശ്ശിർകുൽ ഖഫിയ്യ്, അത് ശിർക്ക് ഖഫിയാണ്. എന്താണ് ശിർക്ക് ഖഫി എന്ന് പറഞ്ഞാൽ? ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും. പ്രവാചകൻ വിവരിക്കുകയാണ്, വേറൊരാൾ നോക്കുന്നതിന്റെ പേരിൽ ആ നിസ്കാരം കുറച്ചുകൂടി നന്നാക്കും. ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവാണ്, അപ്പൊ ഇന്ന ആളൊക്കെ ഉണ്ട്, അപ്പൊ കുറച്ചും കൂടി നന്നാക്കണം, അയാൾക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടും. അതിന് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അള്ളാന്റെ തൃപ്തിയല്ലാത്ത വേറെ ഏതെങ്കിലും ദുനിയാവിലെ ലക്ഷ്യങ്ങളോ തൃപ്തിയോ അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനാണ് അശ്ശിർകുൽ ഖഫി, അതാണ് ദജ്ജാലിനേക്കാളും വലിയ ബലാമുസീബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖു ശിർക്കൽ ഖഫിയ, ശിർക്ക് ഖഫീനെ നിങ്ങൾ വളരെ കൂടുതൽ ഭയപ്പെടണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് അഖ്ഫാ മിൻ ദബീബിൻ നംല്, ചെറിയ ഉറുമ്പിന്റെ കാലിന്റെ ചലനത്തെക്കാളും വളരെ നിസ്സാരമാണ്. അതെങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരിക നമുക്ക് പോലും അറിയൂല. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശിർക്കിൽ നിന്ന് രക്ഷപ്പെടലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണല്ലോ അള്ളാഹ് ഏറ്റവും വെറുക്കുന്ന തിന്മ. അപ്പൊ നമ്മൾ അറിയാതെ പോലെ നമ്മുടെ ഹൃദയത്തിൽ അത് വരുമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഒരു ശിർക്കിലും ഞാൻ പോയി പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ എന്നെ നീ കാക്കണം. അറിയാതെ എന്റെ മനസ്സിൽ വരികയാണെങ്കിൽ അതിൽ നിന്നും ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ് എന്ന് നിങ്ങൾ ദുആ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അല്ലാഹു നോക്കുന്നത് രൂപങ്ങളിലേക്കല്ല, നാട് ഏതാണെന്നല്ല, നമ്മളുടെ തറവാട് ഏതാണെന്നല്ല, നമ്മൾ ആരാണ് എന്നുള്ളതല്ല, മറിച്ച് നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ലക്ഷ്യം എന്താണ്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹ് നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തിലേക്കോ ഒന്നും അല്ലാഹ് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതനുസരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതാണ് അള്ളാഹു പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പ്രവാചകൻ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന ആയത്ത് ഓതിയിട്ട് പ്രവാചകൻ വളരെ അർത്ഥപൂർണമായ ഒരു വാക്ക് പറയുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അബാക്കും വാഹിദ് ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്, ഏകനാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ ഉപ്പയും നിങ്ങളെല്ലാവരുടെയും ഉപ്പയും ഒന്നാണ്. അഥവാ കറുത്തവന്റെയും വെളുത്തവന്റെയും അറബിയുടെയും അനറബിയുടെയും എല്ലാവരുടെയും പിതാവ് ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബിന്റെ മക്കളാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങൾ ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് കുടുംബക്കാരനാണെങ്കിലും സമ്പത്തുണ്ടായാലും സമ്പത്തില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരു ഉപ്പാന്റെ മക്കളാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അല അറിയുക, ലാ ഫളല ലി അറബിയ്യിൻ അല അജ്മിയ്യിൻ, ഒരു അനറബിയേക്കാൾ അറബിക്ക് ഒരു മഹത്വമില്ല, ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ മഹത്വമില്ല, ഒരു ചുമന്നവന് കറുത്തവനേക്കാൾ മഹത്വമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ പറയുകയുണ്ടായി. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കലുള്ള മഹത്വം നമ്മുടെ അമലിൽ നമ്മൾ കാണിക്കുന്ന തഖ്വയിലും ഇഖ്ലാസിലും എത്രത്തോളം നമ്മൾ മുന്നിലെത്തുന്നു അതനുസരിച്ചാണ്. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നതെങ്കിൽ അതാര് ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഉയർന്ന പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുകയും അത് അള്ളാഹു ദുനിയാവിലും പിന്നെ നാളെ ആഖിറത്തിലെ കാലാകാല ജീവിതത്തിൽ നമുക്ക് നൽകും എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ അമലുകളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ചെയ്യാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി